ഹായ് ഓൾ, ഇപ്പോൾ എല്ലാവരും നാട്ടിൽ നിന്ന് അബ്രോഡ് സ്റ്റഡീസ് നോക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമുക്ക് ഏതൊരു രാജ്യത്ത് പഠിക്കാൻ പോകണമെങ്കിലും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ട്യൂഷൻ ഫീസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ജർമ്മനി ഉള്ളൊരു കൺട്രിയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ബ്ലോക്ക്ഡ് എമൗണ്ട് ഇടേണ്ടി വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരു പൈസ പോലും ചിലവില്ലാതെ ഈവൻ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ തന്നുകൊണ്ട് നമുക്കൊരു കൺട്രിയിൽ പഠിക്കാൻ പോകാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഹായ്, അപ്പോൾ ഇന്ന് നമ്മളോട് ഉള്ളത് കണ്ണനാണ്. കണ്ണൻ നാട്ടിൽ നിന്ന് തന്നെ ഇറാസ്മസ് സ്കോളർഷിപ്പ് കിട്ടി ജർമ്മനിയിൽ വന്ന് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തൊരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നമുക്കിന്ന് കണ്ണൻ്റെ അടുത്ത് വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയാം. അപ്പോൾ ഹായ് കണ്ണൻ, അപ്പോൾ കണ്ണൻ സ്കോളർഷിപ്പ് കിട്ടിയാണ് വന്നത്. അപ്പോൾ നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കണ്ണനെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ, എങ്ങനെയാണ് ഈ ഒരു സ്കോളർഷിപ്പിന് അർഹനായതെന്നുള്ള കാര്യങ്ങളൊക്കെ? ഓക്കെ, അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വന്നത് ഇറാസ്മസ് മുണ്ടസ് ജോയിൻറ്റ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം വഴിയാണ് ഞാനിവിടെ യൂറോപ്പിലേക്ക് എത്തിയത്. അപ്പോൾ ഈ ജോയിൻറ്റ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ബേസിക്കലി മാസ്റ്റേഴ്സ് പോലെ തന്നെ 2 വർഷത്തെ കോഴ്സാണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 2 വർഷത്തെ കോഴ്സ് 2 വ്യത്യസ്തമായിട്ടുള്ള 2 യൂണിവേഴ്സിറ്റികൾ, അതായത് 2 കൺട്രീസിലുള്ള 2 യൂണിവേഴ്സിറ്റീസിലായിരിക്കും പഠിക്കുന്നത്. പിന്നെ ചില പ്രോഗ്രാമുണ്ട് സെമസ്റ്റേഴ്സ് വൈസ് തന്നെ നമ്മൾ 2ൽ കൂടുതൽ രാജ്യങ്ങളിൽ പഠിക്കുന്ന കോഴ്സും ഉണ്ട്. ഈ പറയുന്ന 2 വർഷം 2ൽ കൂടുതൽ യൂണിവേഴ്സിറ്റീസ്. അത് കോഴ്സിന് ഒരു കൺട്രിയിൽ തന്നെ 2 യൂണിവേഴ്സിറ്റീസിൽ പഠിക്കേണ്ടി വരും അതോ? അല്ല, അതും വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ 4 രാജ്യങ്ങളിൽ നമ്മൾ മൊത്തത്തിൽ പഠിക്കേണ്ടി വരും, ഓരോ സെമസ്റ്റർ ഓരോ രാജ്യം. അപ്പം അത് കൂടുതൽ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആക്ച്വലി. അതാണ്. അപ്പോൾ എൻ്റെ പാത്ത് എന്ന് പറയുന്നത്, ഞാൻ 2020 ആദ്യം UK ആദ്യത്തെ വർഷം. 2ാമത്തെ വർഷമാണ് ഞാൻ ജർമ്മനിയിലേക്ക് എത്തിയത്. അപ്പോൾ UK പക്ഷേ UK ഇല്ല, കാരണം അന്ന് ബ്രെക്സിറ്റ് നടന്നതിന് ശേഷം ഇപ്പം UK ഈ ഇറാസ്മസ് മുണ്ടസിൽ ഏതൊക്കെയോ പ്രോഗ്രാമിലുണ്ട്. പക്ഷേ എനിക്കൊന്നും മോസ്റ്റ് പ്രോഗ്രാമിൽ നിന്ന് ഒരു ബാക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ അതാണ് എൻ്റെ ഒരു പാത്ത് വന്നത്. ഓക്കെ, കണ്ണൻ ഏതായിരുന്നു കോഴ്സ്? എൻ്റെത് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇറാസ്മസ് മുണ്ടസ് ജോയിൻറ്റ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആയിരുന്നു. അതിൽ തന്നെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് ഫോറസ്ട്രി ആയിരുന്നു. എൻവയോൺമെൻറ്റൽ സയൻസിൻ്റെ അടിയിൽ വരുന്ന ഫോറസ്ട്രി എന്ന കോഴ്സാണ്. ഓക്കെ, അപ്പോൾ കാരണം ബാച്ചിലേഴ്സ് നാട്ടിൽ ഫോറസ്ട്രി ആയിരുന്നു പഠിച്ചത്? ബാച്ചിലേഴ്സ് നാട്ടിൽ ഫോറസ്ട്രി ആയിരുന്നു, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ. ഓക്കെ. അപ്പോൾ എങ്ങനെയായിരുന്നു ഇതിനെക്കുറിച്ച് അറിഞ്ഞത്, ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് ഉണ്ടെന്ന് വെച്ചാൽ? ഇപ്പോൾ നാട്ടിൽ ഒരുപാട് സ്റ്റുഡൻസിന് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല, ഇങ്ങനെ നമുക്കൊരു എമൗണ്ട് പോലും ആവാതെ ഒരു രാജ്യത്ത് പഠിക്കാൻ പോകാൻ പറ്റുമെന്നുള്ള. പക്ഷേ കണ്ണൻ എങ്ങനെയായിരുന്നു ഇത് അറിഞ്ഞത്? ആക്ച്വലി ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ, എനിക്കിതുമല്ല, ഞങ്ങളുടെ ഒരുപാട് സീനിയേഴ്സ് ഇതിന് മുമ്പ് അപ്ലൈ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാനും ഈ പാത്തിലേക്ക് വന്നത്. അല്ലാതെ ഒരു മീഡിയയിലോ അങ്ങനെയൊന്നും ഇതിനെപ്പറ്റി വലിയൊരു അഡ്വർടൈസ്മെൻറ്റോ നമുക്ക് ഈവൻ ഒരു ഏജൻസിയോ ഒന്നും നമുക്കിതിനെപ്പറ്റി അധികം പറഞ്ഞു തരാനില്ലായിരുന്നു. അപ്പോൾ പക്ഷേ എനിക്ക് എൻ്റെ സീനിയേഴ്സ് വഴിയാണ് ഞാൻ ആക്ച്വലി അറിഞ്ഞത് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന്, ഇതിന് നല്ല സ്കോപ്പ് ഉണ്ടെന്ന് ഒക്കെ ഞാൻ അറിഞ്ഞതെല്ലാം ഈ സീനിയേഴ്സ് വഴിയാണ്. നമുക്ക് ഈ ഒരു സ്കോളർഷിപ്പ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? സ്കോളർഷിപ്പ് അച്ചീവ് ചെയ്യാനുള്ള ക്രൈറ്റീരിയാസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നമ്മുടെ ബാച്ചിലേഴ്സിൻ്റെ മാർക്സ് ആണ്, അല്ലെങ്കിൽ അക്കാഡമിക് ബ്രില്യൻസ് ആണ് അവർ ബേസിക്കലി നോക്കുന്നത്. അപ്പോൾ വേറെ ഇൻ്റർവ്യൂയോ ടെസ്റ്റോ ഒന്നുമില്ല. പക്ഷേ ഇപ്പം ചില കോഴ്സുകൾക്ക് ഇൻ്റർവ്യൂ പറയുന്നുണ്ട്, IELTS പറയുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ അന്ന് ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇൻ്റർവ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്യുവർ മാർക്സ് ആയിരുന്നു. പിന്നെ നമ്മൾക്ക് നമ്മുടെ പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്ത സ്ഥാപനം അതോ അങ്ങനെ ഉണ്ടെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനം അവിടെ നിന്നുള്ള ഒരു റെഫറൻസ് ലെറ്റർ, പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മോട്ടിവേഷൻ ലെറ്റർ, CV, അതിൻ്റെയൊക്കെ ബേസിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടിയത്. ഫസ്റ്റ് ഇയർ UK-യിലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കിതിൽ എന്തെങ്കിലും പൈസ ചിലവാകുമോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റൈഫൻഡ് ഇവർ തരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ. ഞാൻ തന്നെ ഇതിലേക്ക് വരാനുള്ള ഒരു ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഈ ഒരു ഇറാസ്മസ് മുണ്ടസ് ജോയിൻറ്റ് മാസ്റ്റേഴ്സ്, അതിപ്പോൾ ഏത് ഡിഗ്രി എടുത്താലും അതിൻ്റെ ഒരു പാക്കേജ് എന്ന് പറയുന്നത് 49,000 euros ആണ്. 49,000 ഈ 2 വർഷത്തേക്ക് 49,000 euros ആണ് നമ്മൾക്ക് വേണ്ടി അവർ ചിലവാക്കുന്ന തുക. അത് യൂറോപ്യൻ യൂണിയൻ ചിലവാക്കുന്ന തുക. അതിൽ തന്നെ 18,000 euros നമ്മുടെ കൈകളിലേക്ക് വരില്ല. അത് നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികൾക്കായിട്ട് അവർ ട്യൂഷൻ ഫീ ഇനത്തിൽ മാറ്റിവെക്കുന്ന പൈസയാണ്. ബാക്കി പറയുന്ന 31,000 euros ആക്ച്വലി നമ്മുടെ കൈകളിലേക്ക്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് വരുന്ന മന്ത്ലി സ്റ്റൈഫൻഡ് പോലെ. അതിൽ ഈ 2 വർഷം, അതായത് 24 മാസം 1000 euro വീതം 24,000 euro നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പെർ മന്ത് വരും. പിന്നെ ഒരു 6,000 euros ഉണ്ട്. അതെന്ന് പറയുന്നത് 3,000 ഈച്ച് ഇയർ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്, ഇപ്പോൾ ഹോം ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ തീസിസ് ചെയ്യാൻ നമ്മൾ വേറൊരു രാജ്യത്തേക്ക് അതിൻ്റെ വർക്കിനായിട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ ട്രാവൽ റിലേറ്റഡ് എക്സ്പെൻസ് എന്ന് പറയുന്ന അവർ തരുന്നത് ഒരു 6,000 euros ആണ്. അത് 2 വർഷത്തേക്ക്. ഫസ്റ്റ് ഇയർ 3,000 തരും. ഇനിയുണ്ട്, അതായത് ഇനി ഒരു 1,000 euros ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ആദ്യം ഒരു രാജ്യത്തേക്ക് വരികയാണ്, നമ്മൾ ഇന്ത്യയിൽ നിന്നൊക്കെ. അപ്പം 1000 euro എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുത്തെ ബേസിക് ചിലവുകൾ നമ്മൾ വന്നിറങ്ങുമ്പോൾ നമുക്ക് ഒരു പോക്കറ്റ് മണി ആയിട്ടൊക്കെ തരത്തില്ല. അതാണ് 1000 euros ആക്ച്വലി. അപ്പോൾ എനിക്ക് തോന്നുന്നു
തോന്നുന്നു ഒരുവിധം നമുക്ക് ഒരു പാർട്ട് ടൈമിന് പോലും പോവാതെ ഈ ഒരു എമൗണ്ട് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ 2 years പഠിച്ചിട്ട് തിരിച്ചു പോകാൻ പറ്റും നാട്ടിലേക്ക് തന്നെ. ഇപ്പം നമ്മൾ ഇവിടെ ഒരാൾ പാർട്ട് ടൈം ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മാസം ഒരു 900 euros ആ റേഞ്ചിലല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് 1000 euros ടാക്സ് ഇല്ല, ഒന്നുമില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. നമ്മൾ ടാക്സ് കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ല. 1000 euros നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്. നമുക്ക് മോർ ദാൻ ഇനഫ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു സ്റ്റൈഫൻഡ് കിട്ടുന്നതുകൊണ്ട് ഇനി നമുക്ക് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലായകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ കോൺട്രാക്റ്റിലൊന്നും അങ്ങനെ ഒരു ക്ലോസ് ഉണ്ടായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ മിനി ജോബൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു കണ്ണൻ ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും നാട്ടിൽ ഒരുപാട് സ്റ്റുഡൻസിന് ഇതിനെക്കുറിച്ച് അറിയില്ല. അതാണെങ്കിൽ ഇപ്പോൾ സാമ്പത്തികപരമായിട്ടാണെങ്കിലും ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ നാട്ടിലുണ്ട്. അപ്പോൾ പക്ഷേ അവർക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പുറത്തോട്ട് പോകണമെന്ന്. പക്ഷേ ഈ ഒരു ട്യൂഷൻ ഫീസ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക്ഡ് എമൗണ്ട് ആയിരിക്കും അവർക്കൊക്കെ ഒരു തടസ്സം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഇത് കണക്കുള്ള സ്കോളർഷിപ്പ് അച്ചീവ് ചെയ്യണം എന്നുള്ളവർക്കും വേണ്ടി കണ്ണൻ എന്താണ് പറയാനുള്ളത് അവരടുത്ത്? ഓഫ് കോഴ്സ് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പം നമ്മളെല്ലാവരും നാട്ടിൽ നിന്ന് മറ്റേ ബാങ്ക് ലോണും ഒക്കെ എടുത്തിട്ടാണ് വരുന്നത്. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്കുണ്ട്, നിങ്ങൾക്ക് അതിന് ആഗ്രഹവും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇറാസ്മസ് മുണ്ടസ് ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നിങ്ങൾ നാട്ടിലേക്ക് വരിക, നിങ്ങൾക്ക് ഒരു പൈസയും ചിലവാവില്ല. ഈവൻ നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ പഠിത്തത്തിനൊപ്പം തന്നെ നിങ്ങളുടെ ഫാമിലിയും ആക്ച്വലി നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. നമുക്ക് സ്പൗസ് വിസയിൽ ഇപ്പോൾ ഒരു സ്പൗസ് ഉള്ള ഒരാളാണെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരുപാട് പേർക്ക് ഇത് അറിയത്തില്ല. മാർക്കുള്ളവർക്കും ആർക്കും ഇതിനെപ്പറ്റി അറിയില്ല. എല്ലാവരും അല്ലാതെ പൈസ കൊടുത്താണ് ഇവിടെ വന്ന് അല്ലെങ്കിൽ UK പോയി പഠിക്കുന്നത്. അപ്പം ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ ഒരുപാട് പ്രയോറിറ്റീസ് ഉണ്ട്. അതായത് ഇപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇറാസ്മസ് മുണ്ടസ് എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ഒരു വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ സ്കോളർഷിപ്പുകളിൽ ഒന്നാണ്. എനിക്ക് തോന്നുന്നു US ഏതൊരു സ്കോളർഷിപ്പ് കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ സ്പോൺസർ ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാമാണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് പ്രയോറിറ്റീസ് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്കൊരു വേറൊരു ഇപ്പോൾ അമേരിക്കൻ വിസ, എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു അമേരിക്കൻ വിസ എടുക്കാൻ പോയ സമയത്ത് ഇറാസ്മസ് മുണ്ടസ് കണ്ടപ്പോൾ അവരെന്നെ ട്രീറ്റ് ചെയ്ത രീതി ഒരു വളരെ വ്യത്യസ്ത രീതിയായിരുന്നു. അത് കണ്ടപ്പോൾ പിന്നെ പുള്ളി എന്നോട് ഒരു ചോദ്യം ചോദിച്ചില്ല, എനിക്ക് ജസ്റ്റ് വിസ അടിച്ച് തരുന്നത്. അതേപോലെ നമ്മളിപ്പോൾ ഒരു PhD അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ ഇറാസ്മസ് മുണ്ടസ് എന്നുള്ള നമ്മുടെ CV അത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ട്രീറ്റ്മെൻറ്റ്, ഓക്കെ യു ആർ എൻ ഇറാസ്മസ് മുണ്ടസ് സ്റ്റുഡൻറ്റ് എന്നാണ് അവർ ചോദിക്കുന്നത്. പ്രിഫറൻസ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് അത് പിന്നെ ഞാൻ ചോദിക്കാൻ വിട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലോട്ട് വരുന്നവർക്കും സ്റ്റേ ബാക്ക് വരുന്നത് എത്രയാണ്? അത് കൺട്രീസിൻ്റെ റൂളാണ്. അതായത് ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പഠിച്ചു. അപ്പോൾ സെക്കൻഡ് ഇയർ ഏത് രാജ്യത്താണോ പഠിക്കുന്നത് അത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും മോസ്റ്റ്ലി നിങ്ങൾക്ക് വരുന്നത്. പിന്നെ ചില സമയത്ത് ജർമ്മനി 1.5 years ആണ് നോർമലി മാസ്റ്റേഴ്സിന് സ്റ്റേ ബാക്ക് വരുന്നത്. അപ്പോൾ കണ്ണനും 1.5 years, എനിക്ക് 1.5 years തന്നെയായിരുന്നു. പിന്നെ ചില സമയത്ത് നിങ്ങൾ 2 വർഷവും യൂറോപ്പിനകത്ത്, അതായത് യൂറോപ്യൻ യൂണിയനിലുള്ളിൽ തന്നെയാണ് പഠിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഫസ്റ്റ് ഇയർ. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ കോപ്പൻഹേഗൻ പഠിക്കുന്നു, അല്ലെങ്കിൽ ഡെൻമാർക്ക് പഠിക്കുന്നു, ജർമ്മനി പഠിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഡെൻമാർക്കിലെ സ്റ്റേ ബാക്ക് വേണോ അതോ ഇവിടുത്തെ സ്റ്റേ ബാക്ക് വേണോ, അങ്ങനെ ചൂസ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ UK എനിക്കതില്ലായിരുന്നു. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും, നാട്ടിൽ നിന്ന് ഒരു പൈസ പോലും ചിലവില്ലാതെ ഏകദേശം ഒരു 50 ലക്ഷത്തോളം സ്കോളർഷിപ്പ് കിട്ടി വന്ന സ്റ്റുഡൻസ് ഇവിടെ ധാരാളം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ തന്നെ കോൺടാക്ട് ചെയ്യാം. ഇത് കണക്കുള്ള സ്കോളർഷിപ്പിനെ പറ്റി നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. സോ നമ്മളെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നു.